അമ്മേനെ ചെരുപ്പായിട്ട് വന്നെ. ഇവിടെ ഒരു കാര്യം പറയട്ടെ കേട്ടോ, പഴയ സ്ഥലം പുതുമയാക്കി ഡെവലപ്പ് ചെയ്യണം. കടയില്ലേ ഇവിടം തൊട്ട് വളഞ്ഞു പോയി, അത് ഇവിടന്നേ വളഞ്ഞു പോയി. തേന ചൂട് ഉള്ള സമയത്ത് നമുക്ക് ശരീരം തണുപ്പിക്കാനായിട്ട് ഒരു ഐറ്റം തയ്യാറാക്കും. സേമിയ ഫ്രൂട്ട് കസ്റ്റാർഡ് ഡെക്കറേറ്റ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ റെഡിയായി. ഈ സമ്മറില് ഇതിലും നല്ലൊരു സാധനം ഞാൻ നോക്കിയിട്ട് വേറെ ഇല്ല. നല്ലതാ. മാംഗോ ഫ്രൂട്ട് കസ്റ്റാർഡ് റെഡി. അപ്പൊ പുറത്തേക്ക് പോവാ. അപ്പം നട്ടുച്ചയ്ക്കാ പോണേ. 12 മണിയായിട്ടാ സമയം. നട്ടുച്ചയ്ക്ക് 12 മണിക്ക്. അപ്പോൾ പുറത്തേക്ക് പോവുക. ഫുൾ വെയിൽ കൊണ്ടിട്ടേ വരുള്ളൂ. അമ്മേനെ ചെരുപ്പായിട്ട് വന്നെ. പുറത്തിരുന്ന ചെരുപ്പ് അവിടെ ഏതാണ്ട് മറിഞ്ഞു പോയെന്ന് പറഞ്ഞാൽ അപ്പം കുത്തിയാലും. പക്ഷെ വൈകുന്നേരം ആ ബോബിച്ചേട്ടൻ്റെ വീട്ടിലെ പ്രയർ മീറ്റിന് അപ്പറ്റി പോകണം. എന്നാ വൈകുന്നേരം അമ്മ കുത്തിയാ മതി. വേണ്ട, കാറ്റും മഴയൊന്നും ഞാൻ ഇറങ്ങൂല. പിന്നെ ഞാനേ ഒരു കേസിനോട് ചോദിച്ചിട്ട് ആവശ്യമുള്ള എടുത്തോളാൻ പറഞ്ഞെടുത്തതാണ്. ഈ കോല് നല്ലതാ കുത്താൻ. പക്ഷെ അവിടെ വെയിലാ, ഇപ്പൊ പോയാ ക്ഷീണിക്കും. തൽക്കാലം ഇത് എന്ന് വരണ്ട, എവിടെയാണെന്ന് കാണിച്ചാൽ മതി. ഞാൻ കുത്താനും വേണ്ടി എടുത്ത് വെച്ചാ ബാ കാണിച്ചെന്നാൽ മതി. അപ്പോൾ ഒരു കാര്യം പറയട്ടെ, ബിസ്മിയിലാണോ അപ്പോൾ ഓണേ? എന്തെങ്കിലും ഓഫറിൽ വെറൈറ്റി ഡിഷുകൾ അവിടെ ചായയുടെ അവിടെ ഉണ്ടെങ്കിൽ മേടിച്ചോ. ചെറിയ ഐറ്റം കുഞ്ഞ് സമൂസ പോലെയൊക്കെ കാണാറുണ്ട്. വെജ് ഉണ്ടെങ്കിൽ, നിർബന്ധമില്ല, ചേമ്പ് ഉഴുങ്ങാനുണ്ട് ഉണ്ടെങ്കിൽ. ഈ കോല് വേണ്ടേ അപ്പോൾ? ഇപ്പൊ തന്നെ ഒരു മഴ പെയ്യണ ലക്ഷണമായി തുടങ്ങി. ഒരു കാര്യം മാത്രമല്ലല്ലോ ലവല്ലേ. നല്ല പോലും കൊണ്ട് പിന്നെ കെട്ടിക്കാം. അത് കാറ്റ് വന്നപ്പോ മറിഞ്ഞതായിരിക്കും. പിന്നെ കുളമ്പ് മാവിന് പൊക്കം വെച്ചല്ലോ. അപ്പൊ പിന്നെ ശാസ്ത്രീയമായിട്ട് ചെയ്തോളൂ. കാറ്റ് വന്നപ്പോ ശരിയില്ല. അത് ഒത്തിരി തളിര് ഈയിടയ്ക്കാ അത് ഇട്ടത്. അധികം പൊക്കം ഉണ്ടായിരുന്നില്ല അതിന്. വലിയ കമ്പ് വേണം, നീളമുള്ളത് വേണം. മഴക്കാറ് വെച്ചു തുടങ്ങിട്ടോ. കണ്ടോ, മഴക്കാറൊക്കെ ഫുൾ വെക്കുന്നുണ്ട്. പറമ്പ് ഡ്രൈ ആണ്. പക്ഷെ മഴ ഇന്നലെ പെയ്തു, അതിന്റെ ഒരു ആശ്വാസം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും വലിയ ആശ്വാസം ഇല്ല. അത് മതിയാവും. ഞാൻ തൽക്കാലം മറിഞ്ഞു പോവാതിരിക്കാനേ. അതാ ഞാൻ പറഞ്ഞ അതെടുത്തോളാം. ഞാൻ കണ്ടില്ല, നല്ല വളർച്ചയാണല്ലോ. അതിന് ഒരാൾ പ്രിയരാണോ? അതെ 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 അതെ. അതാണ് പ്രിയൂരിട്ടാ നിക്കുന്നത്. അത് പ്രിയൂര. അമ്മ ഉണ്ടോ കോല് വെട്ടാൻ പോയേക്കണേ. മാവേ കാറ്റത്ത് ഭയങ്കരമായിട്ട് ചാഞ്ഞു പോയി. അത് കോല് വെട്ടാൻ പോയതാ. പക്ഷെ ഒരെണ്ണം കറക്റ്റായിരിക്കും. അതാ ഞാൻ പറഞ്ഞ അവിടെ ഭയങ്കര വെയില. അടക്കം വിട്ടു പോകുന്നു. പിന്നെ അടുത്തേക്ക് കയറിക്കഴിഞ്ഞാൽ കുറ്റിക്കൊണ്ട് നടക്കാൻ പറ്റും. അപ്പോഴും പൊക്കം കറക്റ്റ് അല്ലാന്ന് തോന്നുന്നല്ലേ? ഇല്ല, ഞാൻ ചുമ്മാ വെച്ച് വെക്കാം. അത് ശരിയായിട്ടില്ല കേട്ടോ, ഞാൻ വെറുതെ വെച്ചതാ. എന്തിനാന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ കാറ്റത്ത് നിന്ന് പോരാ. ചുമ്മാ ഒന്ന് തൽക്കാലത്തേക്ക്. അല്ല വൈദ്യുതി ഇത് പാര കൊണ്ടൊന്ന് കുഴിക്കണം. എന്നിട്ട് കട്ടിയുള്ള അവിടെ എടുത്ത് വെച്ചേക്കണം. നല്ല നീളമുള്ളൊരു കോല് വന്ന് അപ്പനെയും കൊണ്ട് കെട്ടിച്ചിട്ട് പ്രേക്ഷകരെ കാണിക്കാം. ചുമ്മാ ഒന്ന് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്.
വീണ് പോവാതിരിക്കാൻ. കാരണം ഇന്ന് നല്ല കാറ്റും മഴയുണ്ട് കണ്ടോ, മേഘം. മതി, നീ അങ്ങനെ ഇരുന്നോളൂ. ഒരേ വീട്ടിൽ പോരാ, ഇവിടെ ഒരു കോലൊന്നും ഇവിടെ ഞാൻ കിട്ടുന്നു. ഇവിടെ കിടന്നോട്ടെ, വേണ്ടി വരും ചിലപ്പോൾ. നീ ഇങ്ങനെ ഒരു പണി ഒപ്പിക്കുമെന്ന് കരുതിയില്ല. അതെ, ഇവിടെ കിടന്നോട്ടെ, പോരേട്ടോ. വലുതാവണതൊക്കെ നല്ലതാ. നല്ല, നീ എന്തിനാണ് ഇങ്ങനെ വളയണത്? നിനക്ക് നേരെ പോവാലോ. ബ്രെഡൊക്കെ തിന്നോണ്ടാണല്ലോ വരവ്. ചായയുടെ കൂടെ പുറത്ത് പോയതുകൊണ്ട് ചായ അങ്ങനെ കുടിച്ചില്ലാന്ന്. അവൻ്റെ അടുത്തേക്ക് പോയില്ല, ഇതങ്ങോട്ട് കയറ്റിയിരുന്നാലും കാറ്റത്ത് വീണതായി. ഇപ്പം അതുകൊണ്ട് ഒരു ബ്രെഡ് എടുത്ത് കഴിച്ചു അവരുടെ. ഇത് കണ്ടോ, ഞങ്ങൾ അടുത്ത വീട്ടിലെ കൊച്ച് നൈക. അതെ, ഇവിടെ അരികോഴി ചെല്ലുമ്പോൾ ഒരു വെൽവെറ്റ് ചെടി അത് നിൽക്കണണ്ട് ചോദിച്ചപ്പോൾ ഓടിച്ചെന്ന് ചേച്ചി അരിയുണ്ട് ഞാൻ തരാമെന്ന് പറഞ്ഞ് പറിച്ചുകൊണ്ട് വന്നതാണ്, അല്ല കൊടുത്തതാണ്. അതിവിടെ പാകി കിളിപ്പിച്ച് തൈകളായി. ആ ഷെയ്ഡിൽ ഇരുന്നുകൊണ്ട് തൈക്ക് ഒരു ആരോഗ്യമില്ല. ഞാൻ വെയിൽ കൊള്ളാൻ ഇങ്ങോട്ട് വെച്ച് കഴിഞ്ഞപ്പോൾ നല്ല ആരോഗ്യത്തിൽ വന്നിട്ടുണ്ട്. ഇച്ചിരി ഫാക്ടംബോസ് ഇട്ട് കൊടുക്കാം, എന്നിട്ട് പറിച്ച് നടാറാകുമ്പോൾ നമുക്ക് പുതിയ സ്ഥലത്ത് കൊണ്ടുപോയി നടാം. പുതിയ സ്ഥലമൊന്നും അല്ല കേട്ടോ, പഴയ സ്ഥലം പുതുമയാക്കി ഡെവലപ്പ് ചെയ്യണം, അത്രേ ഉള്ളൂ അല്ലേ? അതെ. ഓക്കെ, ഇത്രയും വലിയ കമ്പ എവിടെന്നാ കിട്ടിയ? ഓ, നല്ല ബിഗ് ആണല്ലോ. നമ്മളൊരു മാവും തൈക്ക് കൊമ്പ് കുത്താൻ പോവാ. ഇതിന്റെ ഈ കടയില്ലേ, ഇവിടം തൊട്ട് വളഞ്ഞു പോയി. അത് ഇവിടന്നേ വളഞ്ഞു പോയി. ആണോ? പക്ഷെ ഇത് ഒടിഞ്ഞു പോയിരുന്നെങ്കിലോ? മറ്റേതാകുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ആടി ആടി അതിന് ബലം വരും. പക്ഷെ ഇതിന് ഒടിഞ്ഞു പോയിരുന്നെങ്കിലോ? കാറ്റത്തെ അതൊരു പ്രശ്നല്ലേ? അത് കണ്ട, അത് നല്ല കട്ടിയുള്ള ഇതിലാകുമായിരുന്നു. അത് പ്രിയൂര, 1/2 കിലോ പ്രിയൂര്. ഇവൻ കുളമ്പ് കണ്ടോ, ഇവിടെ വരെ വളഞ്ഞു പോയി. ഇത് വേണമെങ്കിൽ ഒടിഞ്ഞു പോകും ചിലപ്പോൾ ഈ മഴയത്തും കാറ്റത്തും. അമ്മ പെട്ടെന്ന് കുത്തി വെച്ചതാ. അല്ലെങ്കിൽ അത് പോയെങ്കിലോന്ന് ഓർത്ത്. മഴക്കാറുണ്ടല്ലോ, അത് ഞാൻ വെച്ചത്. അതേ കണ്ടോ, അല്ല അല്ല, അത് വാഴനാര. നല്ല ബല കണ്ടോ, ഇവിടം തൊട്ടേ അത് വളഞ്ഞിരിക്കുകയായിരുന്നു. അല്ല അത് അല്ല, അതിലും കവിഞ്ഞ് പൊങ്ങി പോയി. ഇത് അതല്ല, കെട്ടി വെച്ചിരുന്നത് ചിലപ്പോ വിട്ടുപോയത് കൊണ്ടായിരിക്കും ഇത് വളഞ്ഞത്. ഒടിഞ്ഞു പോയോ കെണിയത് കണ്ടോ. ഇതിന് തളിരലയും ഉണ്ടായി മുകളിലേക്ക്. അതെങ്ങനെ കുത്തിയ വേരേല് കൊള്ളുവോ? വേരെ കൊണ്ടാലും കുഴപ്പമൊന്നുമില്ല. വേര് മുറിഞ്ഞു പോവോ? അതുകൊണ്ടൊന്നും ഇതാവില്ല. അല്ല, അതുകൊണ്ടൊന്നും ഇതിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഇതൊന്നും ഉണ്ടാവാനുള്ള കാത്തിരിപ്പിലാണ്. കുളമ്പ് മാങ്ങ കഴിച്ചവരുണ്ടെങ്കിൽ പറയണേ, നല്ല ടേസ്റ്റി മാങ്ങ. കുളമ്പ് മാങ്ങ ഇവിടെ വരില്ല അല്ലേ? മോറിലൊക്കെ കുളമ്പ് വരാറുണ്ടോ? ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. കുളമ്പ് അങ്ങനെ വിൽക്കാൻ അധികം കണ്ടിട്ടില്ല, അപൂർവമായിട്ടേ കണ്ടിട്ടുള്ളൂ. ഈ കാറ്റത്ത് ഉറപ്പായിട്ട് ഇത് ഒടിഞ്ഞു പോകും. 3 വർഷമായി ഇത് നട്ടിട്ട്. 3 വർഷം ആവുന്നേ ഉള്ളൂ. ആണോ? ഈ മഴക്കാലത്ത് 3 വർഷം ആവൂല്ലേ? അധികം മുറുക്കണ്ട കേട്ടോ. ഇനി ഇരുന്നോളൂ. ഇനിയിപ്പോ പോവൂല.
അത് ബ്രാഞ്ചസ് വരാത്ത എന്താണ് ഈ പൊങ്ങി പോണത്? മുകളിലേക്കുള്ളത് മഴക്കാലത്ത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് ബ്രാഞ്ചസ് വരും. മഴക്കാലം വരുമ്പോൾ വേണമെങ്കിൽ കട്ട് ചെയ്യാം. ഏറെ ചൂട് ഉള്ള സമയത്ത് നമുക്ക് ശരീരം തണുപ്പിക്കാനായിട്ട് ഒരു ഐറ്റം തയ്യാറാക്കും. ഡ്രിങ്ക് അല്ല കേട്ടോ, ഡ്രിങ്ക് ഇപ്പൊ 1-2 ഉണ്ടാക്കി നിങ്ങൾ കണ്ടിട്ടുണ്ട്. പല വീഡിയോസും നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഈ രീതി ചെയ്തിട്ടില്ല. അപ്പൊ ഈ രീതി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ സേമിയ ഇട്ടിട്ടുള്ള ഒരു കസ്റ്റേർഡ് പുഡിങ്. കസ്റ്റേർഡ് പുഡിങ് എന്ന് പറയാമോ എന്ന് എനിക്കറിയില്ല. കസ്റ്റേർഡ് ഫ്രൂട്ട് സലാഡ് അത് തന്നെ. അപ്പൊ അതിന് ഇച്ചിരി നെയ്യ് ഇട്ടേച്ച് കുറച്ച് വെർമിസിൽ ഇതിലേക്ക് ഇട്ടൊന്ന് ചൂടാക്കുക കേട്ടോ. നമ്മൾ എത്ര കണ്ട് ഉപയോഗിക്കുന്നുണ്ടോ അതനുസരിച്ച് വെർമിസിൽ ചേർത്താൽ മതി. വെർമിസിൽ കൂടിപ്പോയാലും കൊള്ളൂല, അത് മതിയാവും. ഒരു കവർ പാലേ നമ്മൾ എടുക്കണുള്ളൂ, 1/2 ലിറ്ററിന്റെ. ഇച്ചിരി ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് ഐസിലും വെക്കാം, ഐസ് സ്റ്റിക്കില്. എന്നതാ വെക്കാൻ ഉദ്ദേശിക്കണേ? ഈ കസ്റ്റാർഡേ. അത് വെക്കാം, സേമിയ കസ്റ്റാർഡ്. അതൊക്കെ തരാം. ഒന്ന് ഇതാക്കി അത്രയും മതി. റോസ്റ്റഡ് സേമിയാണ്. അപ്പൊ ആ സേമിയ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി നെയ്യില. ഇതിന് വേണ്ടി 1/2 ലിറ്റർ പാല് നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കസ്റ്റാർഡ് ഇട്ടങ്ങ് വേവിക്കാം. അല്ല കസ്റ്റാർഡ് അല്ല, വെർമിസിലി. ഇതേ ഇതിനകത്തേക്ക് ചേർക്കുവാണേ. ഞാൻ അതിലേക്ക് അറിയാതെ ഒന്ന് വെച്ച് പോയത്. അപ്പൊ ഇത് വേവിച്ചെടുക്കണമെന്നുള്ളത് ഓർത്തപ്പോഴാണ്. പിന്നെ നമുക്ക് ഇച്ചിരി പാലം ഒഴിച്ച് ഇതിലേക്ക് ആക്കാം. ഇപ്പൊ നമ്മള് ഒന്ന് ചൂടാക്കിയ സേമിയ പാലിലേക്ക് ഇട്ട് ഇളക്കി വേവിക്കുക കേട്ടോ. വേവിച്ചിട്ട് കസ്റ്റർഡ് കലക്കാനായിട്ട് നമ്മൾ കുറച്ച് പാല് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ. അത് ഇതിൽ കലക്കി അത് ലാസ്റ്റ് നമ്മൾ ഇത് തിളച്ച് കഴിയുമ്പോഴല്ലേ കസ്റ്റർഡ് ചേർക്കണം. കാണിക്കാം. സേമിയ എന്ത് വരണം? ഇന്നലെ വാങ്ങിക്കൊണ്ട് വന്ന മാംഗോ കസ്റ്റേർഡ് പൗഡർ ആണ് കേട്ടോ. നല്ല ഫ്ലേവർ അതിന്, അതുകൊണ്ടാ മാംഗോ തന്നെ ഞാൻ മേടിച്ചേ. 2 സ്പൂൺ ഇടാം, അല്ലെങ്കിൽ ഇത്ര ഇല്ലേ. അതെ, പാല് നോക്കണം. ഇച്ചിരി ലിക്വിഡ് ആയിട്ട് ഇരുന്നോട്ടെ, കുഴപ്പമില്ല. അത് മതി. നല്ല വാസന, നല്ല മണം. മാംഗോയുടെ ഫ്ലേവറിന് ഒരു പ്രത്യേക ടേസ്റ്റ്, നല്ല മണമുണ്ട്. ഇവിടെ അന്നേരം സേമിയ വെന്തുകൊണ്ടിരിക്കുകയാണ്. വെന്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് ചേർക്കാം കേട്ടോ. മധുരം ആഡ് ചെയ്യാണ്. ഏകദേശം ഒരു ഹാഫ് കുക്ക് ആയി തോന്നുന്നു അല്ലേ? മധുരമൊക്കെ എപ്പോ വേണേലും ഇടാം കേട്ടോ. അത് ഇന്ന സമയത്തൊക്കെ ഇടാവുള്ളൂന്നൊന്നും, അതൊക്കെ നമ്മളെ ഇഷ്ടമനുസരിച്ച്. പായസം ഉണ്ടാക്കണ പോലെ അത് ഈ സേമിയ കിടന്നത് ചെയ്യുമ്പോ പായസമായിട്ട് നമുക്ക് ഇത് ചെയ്യുന്നതാണ്. സേമിയ ഏതാണ്ട് കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കലക്കി വെച്ചിരിക്കുന്ന കസ്റ്റർഡ് ചേർക്കാം. മധുരം ആവശ്യത്തിനുണ്ടോ? മധുരം നോക്കിയില്ല. മധുരം ആഡ് ചെയ്യാലും എപ്പോ വേണമെങ്കിലും. തണുപ്പിക്കാൻ വെക്കുന്നതിന് മുമ്പ് ആഡ് ചെയ്താലും മതി. എന്നിട്ട് ഇളക്കി മിക്സ് ആക്കിയാൽ മതി. ഫ്രിഡ്ജിൽ വെക്കുന്നതിന് മുമ്പ് അത് മിക്സ് ആക്കണം, അല്ലെങ്കിൽ ശരിയാവൂല. പിന്നെ അത് ചെയ്യാൻ പറ്റൂല്ലോ നമുക്ക്. ഇച്ചിരിയുടെ വേണമെങ്കിൽ ഇത് ഒഴിക്കട്ടെ. അപ്പോഴേക്കും വേഗം കുറുകി വരും കേട്ടോ. ഇച്ചിരി ആഡ് ചെയ്തു, 1 സ്പൂണോടെ ചേർത്തു. കാരണം കുറുകി വന്നാൽ പിന്നെ അത് മിക്സ് ചെയ്യാൻ വീണ്ടും സമയം എടുക്കും. കട്ട അല്ലേ, കട്ട പിടിക്കും. അപ്പൊ മധുരം വലിക്കാൻ പ്രയാസം. മാംഗോ കസ്റ്റാർഡ് ആണ് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത്. നല്ല മണം അല്ലേ? 2 ടേബിൾ സ്പൂൺ ആണ് നമ്മള്. അതെ, കുമ്പന. ഞാൻ അതിൽ ഇച്ചിരി പാലൊഴിച്ച് ചേർക്കാം കേട്ടോ. ഇതിൽ ഇച്ചിരി ഇരിപ്പുണ്ടേ, അത് ഇപ്പൊ തന്നെ കുറുകി വരൂല്ലേ. നല്ല വാസന. കുറെ നേരമായി വാസന എന്ന് പറയണം. ചേർക്കുവാണ്. ഇനി അങ്ങ് കുറുകി വരും പതുക്കെ. ഇത് തന്നെ ഇച്ചിരി ലിക്വിഡ് ഫോമിലാണേലും നമുക്ക് കഴിക്കാം. പക്ഷെ കുറുകിയിരിക്കുന്ന അസത്യമാണ് ഇഷ്ടം. പിന്നെ ലിക്വിഡ് ഫോമിലാണെങ്കിലും കുഴപ്പമില്ല. സേമിയ ഫ്രൂട്ട് കസ്റ്റാർഡ്. അതെ, പേരല്ലേ. ടൂട്ടി ഫ്രൂട്ടി ഉണ്ടല്ലോ, ഇന്നലെ മേടിച്ചിട്ടുണ്ടല്ലോ അല്ലേ. ഡെക്കറേഷനേ നമ്മൾ ഇത് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ സെറ്റ് ആവാൻ വെക്കുമ്പോഴേ ഞങ്ങള് ചെയ്യണത് ഫ്രൂട്ട്സ് ഈ കൂടെ അന്നേരം അരിഞ്ഞിടണില്ല. ഞങ്ങള് കഴിക്കാനായിട്ട് എടുക്കുമ്പോ ഇത് സെറ്റ് ആവാൻ വെച്ച് കഴിഞ്ഞ് പുറത്തേക്ക് എടുത്തു കഴിയുമ്പോൾ ടൂട്ടി ഫ്രൂട്ടി മീതെ ഡെക്കറേറ്റ് ചെയ്യാൻ വെക്കും. പിന്നെ ഫ്രൂട്ട്സ് എല്ലാം അരിഞ്ഞ് സെപ്പറേറ്റ് ബൗളിൽ വെക്കും. എന്നിട്ട് അതൊന്ന് തണുത്ത് അത് നമുക്ക് വേണമെങ്കിൽ ഇത് എടുക്കാറാകുമ്പോഴത്തേക്കും അരിഞ്ഞു വെക്കാം. എന്നിട്ട് ഇത് നമുക്ക് ആവശ്യത്തിന് ബൗളിലേക്ക് എടുത്തേച്ച് അതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്ത് കഴിക്കാം. അങ്ങനെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഏത് രീതിയിലും ചിലരൊക്കെ ഇത് ഫ്രിഡ്ജിൽ സെറ്റ് ആവാൻ വെക്കുമ്പോൾ ഫ്രൂട്ട്സും കൂടി അരിഞ്ഞിട്ട് വെക്കാറുണ്ട്. നമ്മൾ അങ്ങനെ വെക്കണില്ല കേട്ടോ. പിന്നെ കുറുകി വരട്ടെ അല്ലേ. മധുരം കറക്റ്റ് ആണോ എന്ന് നോക്കിയാ, അല്ലെങ്കിൽ ഈ സമയത്ത് ആഡ് ചെയ്യാം. നോക്കട്ടെ കേട്ടോ. ഇച്ചിരി വേണം. തോന്നിയായിരുന്നു ഇച്ചിരി വേണം. അപ്പയ്ക്ക് ഒട്ടും കൊതിക്കൂല, മധുരയില്ലാന്ന് പറയും. കൈവിടാതെ ഇളക്കണം. പിന്നെ ഈ പാത്രം ആയതുകൊണ്ട് ഒരു ഗുണമുണ്ട്, അടി പിടിക്കൂല. അറിയാലോ, ഇങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട്.
ഇനി ഞങ്ങൾ ഓഫ് ചെയ്യും കേട്ടോ. ഓഫ് ചെയ്ത് നമുക്ക് വെള്ളത്തിൽ തണുക്കാനായിട്ട് അനുവദിക്കാം. നല്ല രസമായിട്ടുണ്ട്. മാംഗോ ഫ്ലേവറിന് ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ. അത് നിനക്കത് ഫ്ലേവറായി ഇഷ്ടമായതുകൊണ്ടായിരിക്കും. എല്ലാവർക്കും അത് ഇഷ്ടപ്പെടണമെന്നില്ല. നിനക്ക് ടാങ് എപ്പോഴും മാംഗോ ഫ്ലേവർ ഇഷ്ടമല്ലേ? എനിക്ക് പക്ഷെ അത് താല്പര്യമില്ല ടാങ്കിന്റെ. കാരണം എന്താന്ന് വെച്ചാൽ പുളിപ്പില്ല, കണ്ടും മധുര. മറ്റേ ഓറഞ്ച് ആകുമ്പോൾ ഇച്ചിരി പുളിപ്പ് വരും ടാങ്ക്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് ഇതിപ്പോൾ എല്ലാവർക്കും ഓരോ ഫ്ലേവർ താല്പര്യം ഉണ്ടാവൂല. അപ്പം താല്പര്യമുള്ളവർക്ക് വളരെ ഇഷ്ടമായിരിക്കും ഇത്. അപ്പം വെള്ളത്തിൽ ഇറക്കി വെക്കാം. തണുക്കട്ടെ കേട്ടോ. തണുത്ത് കഴിയുമ്പോൾ നമുക്ക് മറ്റേ ചെരുവെടുക്കാം. ഇത് ചൂടൊക്കെ ആറി കുറുകി. ഇച്ചിരിയോടെ വേണമെങ്കിൽ നമുക്ക് പാൽ ആഡ് ചെയ്യായിരുന്നു. ഇനിയിപ്പോൾ ഞങ്ങളെ ഇതിലേക്ക് ചെയ്യണില്ല. അല്ല, ഇനി ചെയ്താൽ ശരിയാവൂല. കാരണം മധുരത്തിന്റെ ആ ഒരു അല്ലെങ്കിൽ ഒരു അളവ് ഇച്ചിരി കസ്റ്റർഡ് കുറച്ചാലും മതിയായിരുന്നില്ലേ. ഇനിയിപ്പോൾ ഒന്നും ചെയ്യണില്ല കേട്ടോ. ഇതിലേക്ക് മാറ്റുക. സേമിയ വന്നപ്പോഴേ ഇത്ര സേമിയ പശപ്പ് 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് മതി. ശരിക്കും മതി. ഒഴിച്ചോട്ടെ, ഇത് മതിയായിരിക്കും. ഇത് നമുക്ക് മറ്റേ ഐസിന് എടുക്കാം. ഇതുപോലെ അത് ഐസിന് എടുക്കാം കേട്ടോ. മൂടി വെക്കാണെങ്കിൽ ഇനിയിപ്പോൾ എന്നാ ചെയ്യണ്ടേന്ന് അറിയാമോ? ചൂടാറി നോക്കിക്കോട്ടെ. ചൂടാറി ഇച്ചിരിയുടെ ചൂടാറണമെന്ന്. നോർമലിലിരുന്ന് ചൂടാറട്ടെ. എന്നിട്ട് നമുക്കൊരു ക്ലിംഗ് റാപ്പ് വെക്കാം. ഇതിനും അല്ലാത്ത അടപ്പില്ല. ഇച്ചിരി വെക്കണോ അതിലേക്ക്? ഇച്ചിരി ഒഴിക്കാൻ വേണമെങ്കിൽ. അപ്പം നമുക്കിതേ സെറ്റ് ആവാനായിട്ട് ഇനി ഇളക്കി കാണിക്കണ്ടല്ലോ. ഇനി വേണ്ട. ഇനി നമുക്ക് ഇത് വെച്ച് കവർ ചെയ്യാം. ക്ലിംഗ് റാപ്പ്. ഇത് നല്ല സാധനം കേട്ടോ. നമ്മൾ ഈ ഫ്രിഡ്ജിലൊക്കെ എന്തെങ്കിലും വെക്കണമെങ്കിൽ, പകുതി മുറിച്ചതൊക്കെ വെക്കണമെങ്കിൽ വളരെ നല്ലതാണ്. ആ വാട്ടർമെലോൺ ആണ് കൂടുതൽ. പിന്നെ പച്ചക്കറി എന്തെങ്കിലും അങ്ങനെ ഇരിപ്പുണ്ടെങ്കിൽ കട്ട് ചെയ്യാം. നല്ല കറക്റ്റായി. ഇനി ഫ്രിഡ്ജിൽ നമുക്ക് സെറ്റ് ആവാൻ വെച്ചിട്ട് ഈ സംഭവം പുളിയൊക്കെ കഴിഞ്ഞു. അതിന്റെ ഇടയിൽ അതിന്റെ ഇടയിൽ എന്ന് പറഞ്ഞാൽ തണുക്കാൻ ഇരിക്കുന്ന സമയത്ത് ഞാൻ പോയി കുളിക്കാൻ പോയി. അല്ലെങ്കിൽ പിന്നെ അത് നടക്കില്ല. അങ്ങനെ നമ്മൾ ആഘോഷമായിട്ട് കൊണ്ടേ വെക്കുവാണ്. ആഘോഷം എന്ന് പറയുന്നത് ഫ്രിഡ്ജിലേക്ക് വെക്കുന്നത്രേ ഉള്ളൂ. ഓക്കെ, അങ്ങനെ നമ്മുടെ സേമിയ ഫ്രൂട്ട് കസ്റ്റാർഡ് ഡെക്കറേറ്റ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ റെഡിയായി. ഡെക്കറേഷൻ അല്ല, മെയിൻ കണ്ടന്റ് ആണ് കേട്ടോ ഫ്രൂട്ട്സ് ഒക്കെ ആഡ് ചെയ്യുക എന്നുള്ളത്. അതെ, എടുക്കാനി സെറ്റ് ആയോ പോലും. ഒന്ന് തണുത്ത് കിട്ടിയാ മതി. ഒരുപാട് അങ്ങനെ സെറ്റ് ആവേണ്ട ആവശ്യമില്ല. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. സാധനങ്ങളൊക്കെ ഇടുവായിരുന്നു. എടുക്കട്ടെ. ഇവിടെയൊക്കെ നല്ല ഇതായില്ലേ. അങ്ങനെ കട്ടിയില്ലേ? വേണ്ട. ആദ്യം കുറച്ച് ഇതിലേക്ക് എടുത്ത് മിക്സ് ചെയ്യാം. അതിനുശേഷം ഫ്രൂട്ട്സ് ഇടാം കേട്ടോ. എടുക്കുവാണേ. അങ്ങനെ അങ്ങ് എടുക്കണം. ക്ലിംഗ് റാപ്പിൽ വീഴാതെ എടുത്തോട്ടോ. കാരണം അതിന്റെ പുറമെ വീണാ പിന്നെ അത് വെക്കുമ്പോ പ്രശ്നമല്ലേ. ഫ്രീസറിൽ വെക്കണായിരുന്നോ? വേണ്ട. ഇത് ഇങ്ങനെ കട്ടേ ആവൂല. അത് നമ്മള് ഒരു ലിക്വിഡി ടെക്സ്ചറിലാണ് അത് കഴിക്കണേ. ഫ്രൂട്ട്സ് ഒക്കെ വരുമ്പോഴേക്കേ കുറച്ച് തിക്കിയായി വരും. ഈ സമ്മറില് ഇതിലും നല്ലൊരു സാധനം ഞാൻ നോക്കിയിട്ട് വേറെ ഇല്ല. നല്ലതാ, നല്ല ടേസ്റ്റ് ഉണ്ട്. സേമിയ നമ്മൾ നേരത്തെ ചേർത്ത് ഉണ്ടാക്കേണ്ടതായിരുന്നു. സേമിയ ചേർക്കുമ്പോഴാ ഒരു ടേസ്റ്റ്. അതെ. ഇത് അങ്ങോട്ട് തന്നെ വെച്ചേച്ച് വരാം. അപ്പയ്ക്ക് മാത്രമല്ലേ എടുക്കണോളൂ. എനിക്ക് പകല് മതി. ആദ്യം ചേർക്കണത് പഴം. പഴം ഞാൻ പറയാൻ വന്ന എന്നാന്ന് പറയുമോ? ആപ്പിളെന്ന്. പഴം, സീഡ്ലെസ് മുന്തിരിങ്ങ. അതിന് അമ്മയ്ക്ക് പ്രത്യേകിച്ച് ഓർഡർ ഒന്നുമില്ല. അങ്ങനെ അങ്ങ് ചേർക്കുക തോന്നിയതൊക്കെ. കുറച്ച് നിനക്ക് എടുക്കാൻ നേരത്ത് അല്ല, നിനക്ക് കഴിക്കാനായിട്ട് കുറച്ചുകൂടെ വെച്ചേക്കാം. ബാക്കി എപ്പോഴിലേക്ക് ഇട്ടേക്കാം. നമുക്കൊന്ന് ഇളക്കി കഴിഞ്ഞിട്ട് ടൂട്ടി ഫ്രൂട്ടി ഇട്ടാൽ മതി. ഇത്രേ ഉള്ളൂ. നീ ഇത് വലിച്ചു വാരി അങ്ങ് ഇടും. അതെ, എന്റെ രീതി കേട്ടോ. അത് വന്നപ്പോ തന്നെ ഡെക്കറേഷനായി. ശരിക്കും പോമഗ്രാനൈറ്റാ ഞാൻ മേടിക്കാൻ ഉദ്ദേശിച്ചത്. പക്ഷെ പോമഗ്രാനൈറ്റ് 1 കിലോ 329 രൂപ. ഒരെണ്ണത്തിന് മേടിച്ചു കഴിഞ്ഞാലും വെയിറ്റ് ഉണ്ട്. അത് കാരണം പിന്നെ ഞാനത് അവോയ്ഡ് ചെയ്ത്. എല്ലാം കൂടെ ആകുമ്പോ ബഡ്ജറ്റ് തികയില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ പിന്നെ ഇത് മേടിച്ചതാ. ശരിക്കും പോമഗ്രാനൈറ്റ് ഫില്ല് ചെയ്യണതാട്ടോ ഭംഗിയും ഹെൽത്തിയും ഫ്രൂട്ട്സ് അല്ലേ. ഇനി അപ്പഴേക്ക് കൊടുക്കാം. എടുത്തോളൂ.
നല്ല തണുത്ത ചിൽഡ് ആയിട്ടുള്ള മാംഗോ ഫ്രൂട്ട് കസ്റ്റാർഡ് റെഡി. ഫോട്ടോ എടുക്കട്ടെ. ഇടയ്ക്കിടയ്ക്ക് കഴിക്കണ്ടല്ലോ. നല്ല എനിക്ക് കുറച്ചുകൂടെ കുറുകിയിരിക്കണ ഇഷ്ടം. നമ്മൾ ഉണ്ടാക്കിയപ്പോ നല്ല കുറുകലായിരുന്നു അല്ലേ? കുറുകലായിരുന്നു. പക്ഷെ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞപ്പോ ഒന്ന് ലൂസായി. എന്താന്നറിയില്ല, അങ്ങനെ അങ്ങനെ വരേണ്ട കാര്യമില്ല. ആ എന്നായാലും കുഴപ്പമൊന്നുമില്ല. ലിക്വിഡ് ഫോമിലായി ലൈറ്റിടാം. നല്ല ടേസ്റ്റാ. നല്ല ടേസ്റ്റ് ഉണ്ട്. സമ്മർ സീസണിൽ കഴിക്കാൻ പറ്റിയ ഡെസേർട്ടാ. അത് ഉച്ചയ്ക്ക് ശരിക്കും വേണ്ടല്ലേ? ഫ്രൂട്ട് കസ്റ്റാർഡാ, സേമിയ ഫ്രൂട്ട് കസ്റ്റാർഡ്. സെറ്റ് ആവില്ലേ? ഇത് മറ്റേ ഐസ്ക്രീം പോലെ സെറ്റ് ആവില്ല. നല്ല രുചിയില്ലേ? മാംഗോ സേമിയ ഫ്രൂട്ട് കസ്റ്റാർഡ്. ഇച്ചിരി സെറ്റ് ആവാന്ന് തോന്നുന്നു. ഉണ്ടാക്കിയപ്പോ നല്ല കുറുകലുണ്ടായിരുന്നു. ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞപ്പോ ലൂസായതാ. ഡെക്കറേഷൻ എങ്ങനെയുണ്ട്? ഡെക്കറേഷൻ അമ്മയുടെ വകയാ. വളരെ കളർഫുള്ളാണ്. എനിക്കിത് മുഴുവൻ വേണമെന്നില്ല. കുഴപ്പമില്ല, കഴിച്ചോ. നല്ല എല്ലാവരും ഇഷ്ടപ്പെടുന്ന ടേസ്റ്റുമാണ് കസ്റ്റാർഡിന്. ഇത് മാംഗോ കസ്റ്റാർഡാ.